ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ ഇത് 7 ദിവസമായിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ കുഞ്ഞാവ ഉണ്ടായിട്ടും ഡെലിവറി കഴിഞ്ഞിട്ടും ഇത് 7ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മുടെ കുഞ്ഞാവയുടെ മുടി കളയൽ ചടങ്ങാണ് കേട്ടോ. പിറപ്പ് മുടി കളയൽ എന്നൊക്കെ അങ്ങോട്ട് പറയും. അച്ഛൻ്റെയും പൈസയുടെയും ഈ ഒരു ദിവസം തന്നെയായിരുന്നു സുന്നത്തും അതുപോലെ മുടി കളയലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് രാവിലെ തന്നെ നീക്കാൻ നമ്മളിങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 7 മണി 8 മണിയൊക്കെ ആയ ടൈമിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അതുവരെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. മുടി കളയാനാണെന്ന് ആൾക്ക് മനസ്സിലായതുകൊണ്ട് അത് തോന്നുന്നു. പിന്നെ അങ്ങോട്ട് കരച്ചിലായിരുന്നു. പിന്നെ രാവിലത്തെ മെഡിസിനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് വെച്ച് കൊടുത്ത് ആളെ ഒന്ന് മയക്കുകയൊക്കെ ചെയ്തു. അതാകുമ്പോൾ ചെറിയ മധുരമൊക്കെ കാരണം ആളങ്ങനെ അനങ്ങാതെ കിടക്കുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു 3-4 റൗണ്ട് കരച്ചിലൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുടി മൊത്തം അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് അതേ ഉമ്മച്ചാണെങ്കിൽ നമ്മുടെ പ്രോട്ടീനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഫൈസ ആണെങ്കിൽ ഈ ഒരു ടൈമിൽ മദ്രസയിലേക്ക് അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും നമ്മളിതേ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുടി നോക്കിക്കെന്ന് പറഞ്ഞതാണ്. അപ്പോഴേക്കും 2 ഇക്കാക്കന്മാരും കൂടെ കയറിയിട്ട് പെണ്ണിനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സംശയങ്ങളാണ് കേട്ടോ. എന്തിനാണ് ഇപ്പോൾ മുടി കളഞ്ഞത്? ഇത്രയും മുടിയല്ലല്ലോ, പെണ്ണുങ്ങൾക്ക് ഒത്തിരി മുടി വേണ്ടേ എന്നൊക്കെ ചോദ്യങ്ങൾ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈസയ്ക്കാണെങ്കിൽ ഇപ്പോൾ സ്കൂളിലും മദ്രസയിലൊക്കെ പോകാൻ പൊതുവേ ഉള്ളതിനേക്കാളും മടി അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ പോകുമ്പോഴുള്ള ഉമ്മ കൊടുക്കലിൻ്റെ എണ്ണം ഒന്നും കൂടെ അങ്ങോട്ട് കൂടിയിട്ടുമുണ്ട്. ആൾക്ക് ഈ ഒരു ടൈമിലൊക്കെ പോകാനായിട്ട് ഭയങ്കര ഒരു സങ്കടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഒരു വിധത്തിൽ പറഞ്ഞ് അങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരും കൂടെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്